ഹലോ വെൽക്കം ബാക്ക് ടു ഫ്രീ ജീസസ് വ്ളോഗ്സ്. അപ്പം ഇന്ന് നമ്മൾ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ മൂവി റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് ഫസ്റ്റ് ഡേ ആയിരുന്നു. ഫസ്റ്റ് ഷോ കാണാൻ പറ്റിയില്ലെങ്കിലും ഫസ്റ്റ് ഡേ 11:30 ഷോന് ഞാൻ ലുലു പോയി കണ്ടു, സിനിമ കണ്ടു. ഞാൻ പെട്ടെന്ന് റിവ്യൂ പറയാം, വെറുതെ എക്സാജറേറ്റ് ചെയ്ത് കുളമാക്കുന്നില്ല. അപ്പം എന്തായാലും നമ്മുടെ ഡെസ്റ്റിൻ ഡാനിയൽ ക്രെട്ടൻ്റെ പടമാണ്. അപ്പോൾ അൺലൈക്ക് ദി പ്രീവിയസ് സ്പൈഡർമാൻ മൂവീസ്, ഡസ്റ്റിൻ ഡാനിയൽ ക്രെട്ടൻ ആണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വ്യത്യാസം കാണാനുമുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ മൂവി എൻ്റെ ഒപ്പീനിയനിൽ ഒരു 4/5 ആണ് എനിക്ക് റേറ്റിംഗ് കൊടുക്കാൻ ഉള്ളത്. എനിക്ക് മൂവി ഭയങ്കര ഇഷ്ടപ്പെട്ടു, വളരെയധികം ഇഷ്ടപ്പെട്ടു, സൂപ്പർ പടം. പക്ഷേ ഈ റിവ്യൂവേഴ്സ്, ഇപ്പം ഞാൻ കുറേ റിവ്യൂവേഴ്സ് പറയുന്നത് കേട്ടു, സ്പൈഡർമാൻ മൂവീസിൽ സോഫാർ ഇറങ്ങിയതിൽ ദ ബെസ്റ്റ് സ്പൈഡർമാൻ മൂവി എന്ന്. അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. അപ്പോൾ എൻ്റെ പെർസ്പെക്റ്റീവിൽ, എൻ്റെ ഒപ്പീനിയനിൽ എനിക്ക് ഇതുവരെ ഉള്ളതിൽ ദി ബെസ്റ്റ് സ്പൈഡർമാൻ മൂവി എന്നൊന്നും പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു സ്പൈഡർമാൻ മൂവിയും തമ്മിൽ കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. ഓരോ മൂവിയും ഓരോ രീതിയിൽ, അവർ മനഃപൂർവ്വം ഓരോ സ്കെയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ദിസ് ഇസ് ലൈക്ക് ഇതുവരെയുള്ള സ്പൈഡർമാനിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട്, അതായത് മുമ്പത്തെ സ്പൈഡർമാൻ ഒരു ഫ്രണ്ട്ലി നെയ്ബർഹുഡ് മറ്റേ കിഡോ സ്പൈഡർമാൻ ആയിരുന്നു. ഇപ്പം അവനൊന്ന് മൂത്തു, കുറച്ചും കൂടി ഒരു മൂപ്പ് വന്നതായിട്ട്, കുറച്ചും കൂടി അഡൾട്ടായിട്ട്, കുറച്ചും കൂടി ഇമോഷണൽ സൈഡ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ആ ഒരു അറിയാമല്ലോ, ലാസ്റ്റ് സ്പൈഡർമാൻ മൂവിയിൽ എല്ലാവരും സ്പൈഡർമാൻ ആരാന്ന്, പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്നൊക്കെ ഉള്ളത് മറന്നുപോയി. എല്ലാവരും അവൻ ആരാന്ന് മറന്നു പോകുമല്ലോ. അപ്പം മറ്റേ ബ്രെയിൻ വാഷ് ഔട്ട് ആണല്ലോ ലാസ്റ്റ് മൂവിയിൽ കാണിച്ചത്. അപ്പം അതിൻ്റെ ഒരു ഇമോഷണൽ റൈഡും അവൻ്റെ ആ ഒരു ഇമോഷണൽ സാധനം ഫുൾ സിനിമ തുടക്കം മുതൽ അവസാനം അത് ടോം ഹോളണ്ട് ഇങ്ങനെ നിറഞ്ഞങ്ങ് നിൽക്കുകയാണ്. ടോം ഹോളണ്ടിൻ്റെ ആക്ടിങ് സൈഡും, അതായത് അങ്ങനത്തെ ഒരു സൈഡ് കുറെ കൂടെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള മൂവിയാണ്. ടോം ഹോളണ്ട് എവിടെ നോക്കിയാലും സ്ക്രീനിൽ ടോം ഹോളണ്ട് കാണും. ടോം ഹോളണ്ട് ഇല്ലാത്ത ഒരു ഷോട്ട് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എനിവേസ്, അപ്പം അതുകൊണ്ട് മൂവി വാസ് റിയലി ഗുഡ്. പക്ഷേ ബാക്കിയുള്ള നമ്മുടെ മൾട്ടിവേഴ്സ് കാണിച്ച മൂവീസ്, മുമ്പ് 3 സ്പൈഡർമാൻ ഒരുമിച്ച് വരുന്ന മൂവീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും നമ്മുടെ ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സും, അതായത് വില്ലൻസ്, ഹീറോസ്, സപ്പോർട്ടിങ് ഏതൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടോ എല്ലാവരും നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പണിഷർ പണിഷർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു റോളാണ് പണിഷർക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആസ് യൂഷ്വൽ പണിഷർ സീരീസ് നിങ്ങൾ കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത് കാണണം കേട്ടോ. പണിഷറിൻ്റെ സീരീസ് ഉണ്ട്, എപ്പിസോഡ്സ് ഉണ്ട്, അത് കാണണം. പണിഷർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ എൻ്റെ മോനെ, ഹൾക്ക് ഫാൻസിന് മസ്റ്റ് വാച്ചാണ്. കാര്യം എന്ന് വെച്ചാൽ എനിക്കൊന്ന് കുറേ നാൾക്ക് ശേഷം പ്രീവിയസ് കുറേ നമ്മുടെ അവഞ്ചർ മൂവീസിലൊക്കെ ഹൾക്കിനെ കുറേ എനിക്ക് തോന്നിയ കാര്യമാണ്, അല്ല ഉള്ള കാര്യമാണ്. അതായത് ഹൾക്കിനെ കുറച്ച് എന്താ പറയുക, പുൾ ബാക്ക് ചെയ്ത്, പുൾ ഡൗൺ ചെയ്ത്, ഇങ്ങനെ യഥാർത്ഥ ഹൾക്കിനെ കാണിച്ചിട്ടില്ല, ഇങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചേക്കും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ഇപ്രാവശ്യം നമ്മുടെ ഡാനിയൽ ചേട്ടൻ അങ്ങ് നികത്തി. ഡാനിയൽ ചേട്ടൻ ഹൾക്കിൻ്റെ വലിയ ഫാനാണെന്നാണ് ഞാൻ കേട്ടത്. അത് നമുക്ക് ഈ ഫിലിമിൽ കാണാനുണ്ട്. അതായത് മറ്റേ യഥാർത്ഥ ഹൾക്ക്, നമ്മളുടെ ഈ മറ്റേ പ്രൊഫസർ ഹൾക്ക് അല്ല, നമ്മളുടെ മറ്റേ ഇൻക്രെഡിബിൾ ഹൾക്ക് ഉണ്ടല്ലോ, മറ്റേ റേജ് ഹൾക്ക്, ആ ഹൾക്കിന് ഇതിൽ കാണാനുണ്ട്. സ്പൈഡർമാനും ഹൾക്കും തമ്മിലുള്ള ഫൈറ്റ് നിങ്ങൾ ഇതിനകത്ത് കണ്ടു കാണുമല്ലോ, നമ്മുടെ ട്രെയിലറിൽ കണ്ടു കാണുമല്ലോ. അപ്പം അത് തന്നെയാണ് എനിക്ക് ഫുൾ മൂവിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫൈറ്റ്, ദ ബെസ്റ്റ് ഫൈറ്റ് സ്പൈഡർമാനും ഹൾക്കിൻ്റെയും. ഹൾക്ക് വേറെ ലെവല്. അപ്പം എനിക്ക് തോന്നുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നു സിനിമ ഓൾമോസ്റ്റ് മിക്കതും സിനിമയിലെ ഓൾമോസ്റ്റ് മെയിൻ പോർഷൻസ് എല്ലാം ട്രെയിലറിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ട്രെയിലറിൽ ഇത്രയും കാണിക്കാൻ പാടില്ല. എന്തിനാണ് ട്രെയിലറിൽ ഇതെല്ലാം കാണിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാം ട്രെയിലറിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ട്രെയിലർ ഇല്ലാത്തതായിട്ട് സർപ്രൈസിങ് ആയിട്ടുള്ള എലിമെന്റ്സ് ഒന്നും ഞാൻ കണ്ടില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ സർപ്രൈസിങ് എലിമെന്റ് ആയിട്ട് തോന്നുമായിരിക്കും. എനിക്ക് പ്രത്യേകിച്ച് ട്രെയിലറിലല്ലാതെ സർപ്രൈസിങ് ആയിട്ടുള്ള വലിയ എലിമെന്റ്സ് ഒന്നും പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയാൻ എനിക്ക് ഓർമ്മ വരുന്നില്ല. എനിവേസ്, പിന്നെ ഒരു സജഷൻ ഉണ്ട് എനിക്ക്. ഈ സ്പൈഡർമാൻ ഫസ്റ്റ് ടീസർ ഇറങ്ങിയ അന്ന് മുതൽ ഈ സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, എവിടെ നോക്കിയാലും 1,00,000 വീഡിയോസ്, അതായത് AI വീഡിയോസ് അല്ലെങ്കിൽ നറേഷൻ വീഡിയോസ്, നറേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ്, ഇഷ്ടംപോലെ വീഡിയോസ് ഇറക്കുന്നുണ്ട് ആൾക്കാർ. പല കഥ വെച്ച്, കോമിക്കിനെ വെച്ച് പറയുന്നുണ്ട്, അല്ലാതെ അസ്യൂം ചെയ്ത് പറയുന്നുണ്ട്. അങ്ങനെ പല കഥകൾ ഇറങ്ങുന്നുണ്ട്. നിങ്ങൾ ദയവേത് ഈ പറയുന്ന വീഡിയോസിനെ ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ട് ഈ സിനിമ കാണരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സാധനങ്ങളൊന്നും അല്ല സിനിമയിൽ ഇതൊന്നുമില്ല. ഈ പറയണ മറ്റേ സ്പോയിലർ നിങ്ങൾ അതാണ് ഇപ്പം സ്പോയിലർ എന്ന് പറയാൻ വേണ്ടി ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ല. എന്തൊക്കെയാണ് തള്ളിയത്, അതായത് മറ്റേ സ്പൈഡർമാന് 73 കൈയുണ്ട്, പിന്നെ സ്പൈഡർമാന് മറ്റേ വെനം വിഴുങ്ങും, പിന്നെ എന്തോന്ന് MJ മറ്റേ സിംബിയോട്ടാണ്, മറ്റേ MJ വില്ലത്തിയാണ്,
പിന്നെ എന്തൊക്കെ ഷീ ഹൾക്കുണ്ട്, മറ്റേ ഹൾക്കുണ്ട്, എൻ്റെ ദൈവമേ, കുറേ അങ്ങനത്തെ കഥകളുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ അത് കണ്ടിട്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ട് സിനിമകൾ കാണല് നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവും. എന്നുവെച്ചാൽ ഇങ്ങനെ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഡിസപ്പോയിൻറ്റഡ് ആവും എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഞാൻ അങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഡിസപ്പോയിൻമെൻ്റ് ഒന്നും ആയിട്ടില്ല. കാരണം ഞാൻ ഈ റിവ്യൂസൊക്കെ ഫോളോ ചെയ്ത് റിവ്യൂസിനെ നമ്പിക്കൊണ്ട് സിനിമ കാണുന്ന ടൈപ്പല്ല. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഡിസപ്പോയിൻമെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. ദ മൂവി ആസ് സച്ച് ഇസ് എ വെരി ഗുഡ് മൂവി. അതിൻ്റെ VFXും ആക്ഷനും പറയാനാണെങ്കിൽ ടോപ്പ് നോച്ച് ആണ്. കാരണം ഒന്നും പറയാനില്ല. നമ്മുടെ മാർവൽ മൂവീസ് എല്ലാം, അവെഞ്ചേഴ്സും അതുപോലെ എല്ലാ മാർവൽ മൂവീസും ഓരോ വർഷം കഴിയും തോറും ഈ VFXന്റെ കാര്യത്തിലും ഈ ആക്ഷൻ്റെ കാര്യത്തിലും ഇങ്ങനെ മുകളിലോട്ട് പോവാണ്. അതുകൊണ്ട് അത് സൂപ്പറായിരുന്നു. ഗെയിമിങ്, അതായത് സ്പൈഡർമാൻ ഗെയിമിംഗ് കളിച്ചവർക്ക്, PS2 പ്ലേസ്റ്റേഷൻ ഗെയിംസ് അല്ലെങ്കിൽ സ്പൈഡർമാൻ ഗെയിംസ് കളിച്ചവർക്ക് ഇതിൻ്റെ ആക്ഷൻ, സ്പൈഡർമാൻ ആക്ഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാര്യം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ആ ഗെയിമിങ്ങിന് റെഫറൻഷ്യലായിട്ട് റിലേറ്റ് ചെയ്ത് ഈ വെബിങ്ങും പിന്നെ എല്ലാം അത് കറക്റ്റ് ആ ഗെയിമിൽ കാണുന്ന കുറേ മൂവ്സും അതുപോലത്തെ ഫൈറ്റ്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അത് ഗെയിം കളിച്ചിട്ടുള്ളവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. നമ്മുടെ ഹൾക്കിൻ്റെ പോർഷൻ വാസ് സൂപ്പർ. അതുപോലെ എല്ലാം കൊള്ളാം. എല്ലാ കാസ്റ്റിംഗ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഇമോഷണൽ റൈഡ്, സ്പൈഡർമാൻ്റെ ഒരു ഇമോഷണൽ റൈഡ്, ഒരു ഇമോഷണൽ സാധനം നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ട്. അത് ഫ്രണ്ട്ഷിപ്പിൻ്റെയും ആ ഒരു ഇമോഷൻസിൻ്റെ എല്ലാം ഒരു മനസ്സിലായ ഒരു മൊത്തത്തിലൊരു അവിയൽ സാധനം കാണാൻ പറ്റും. അതും കൊള്ളാം. അതാ ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ മൂവിയെ വിലയിരുത്തുമ്പം എല്ലാം നോക്കണം. നമ്മൾ ഈ ഒരു മൂവി കാണുമ്പോൾ നമ്മൾ ഈ മൊണോട്ടണസ് ആയിട്ട് ചിന്തിക്കില്ലേ. ഒരു മൂവിയിൽ ഒരുപാട് സർപ്രൈസസ് വേണം, ഒരുപാട് ആക്ഷൻ വേണം, ഒരുപാട് മറ്റേ ആളുകൾ വേണം, കുറേ ക്യാരക്ടേഴ്സ് വേണം, അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ലേ. ഓരോ മൂവീസും ഓരോ പേർപ്പസ് വെച്ചാണ് ലിമിറ്റ് ചെയ്ത് ഇന്ന രീതിയിൽ ചെയ്യുന്നത്. മനസ്സിലായില്ല. അപ്പം ഇത്ര ആളുകൾ മാത്രം അവർ കാണിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും പേർപ്പസ് കാണും. ഇത്രയും കാര്യങ്ങൾ മാത്രമേ അവരതിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അതിലും എന്തെങ്കിലും പർപ്പസ് കാണും. അപ്പോൾ അങ്ങനെ ഒരു മൂവിയെ കാണുക. അപ്പോൾ ഒരു മൂവിയായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല, ഒരു പ്രീവിയസ് സ്പൈഡർമാൻ മൂവീസായിട്ട് കമ്പയർ ചെയ്യുന്നതുമില്ല. പക്ഷേ ദിസ് വാസ് എ ബ്രില്യൻ മൂവി, വെരി നൈസ് മൂവി. ഒരു സ്പോയിലേഴ്സും ഞാൻ പറയുന്നില്ല, നോ സ്പോയിലേഴ്സ്. മൂവി ആസ് സച്ച് വാസ്. അപ്പം അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾ പോയി കാണുക. ഓക്കെ, ഞാൻ വിട്ടുപോയി എന്തെങ്കിലും ഉണ്ടോ? ഡയറക്ഷൻ പറഞ്ഞു, ക്യാരക്ടേഴ്സ് പറഞ്ഞു, ഹൾക്കിൻ്റെ കാര്യം പറഞ്ഞു, പണിഷറിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ വേറെ ഇമോഷണൽ റൈഡാണെന്ന് പറഞ്ഞു, പിന്നെ വേറെ എന്താ, പിന്നെ സിനിമ കഴിഞ്ഞ ഉടനെ ആസ് യൂഷ്വൽ മാർവൽ മൂവീസ് എല്ലാം മറ്റേ ക്രെഡിറ്റ്സ് കാണിച്ച് കഴിയുന്ന ഉടനെ എണീറ്റ് പൊക്കളയില്. ഞാൻ ക്രെഡിറ്റ്സ് കഴിഞ്ഞിട്ടും മറ്റേ പോസ്റ്റ് ക്രെഡിറ്റ്സ് ഉണ്ട്, അപ്പം അതും കൂടെ കണ്ടിട്ട് പോവുക. മറ്റേ എഴുതി കാണിച്ച ഉടനെ ചാടി എണീറ്റ് വീട്ടിൽ പൊക്കളയില് എല്ലാം കഴിഞ്ഞ് മറ്റേ ലൈറ്റ് എല്ലാ വെളിച്ചവും വരുമ്പം, അത് തിയേറ്ററിൽ എല്ലാ വെളിച്ചവും ഓണായി കഴിയുമ്പോൾ മാത്രം ക്രെഡിറ്റ്സ് എല്ലാം കഴിഞ്ഞ് അടുത്തൊരു സീനുണ്ട്, അതും കഴിഞ്ഞ് എല്ലാ ലൈറ്റ്സ് ഇട്ട് കഴിഞ്ഞ് മാത്രമേ നിങ്ങൾ വീട്ടിൽ എണീച്ച് പോകാവുള്ളൂ. അതിന് മുമ്പ് എണീച്ച് ചാടി ഓടി പൊക്കളയില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ആസ് സച്ച് ഇസ് എ വെരി ഗുഡ് മൂവി. മസ്റ്റ് വാച്ച് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. കാരണം എനിക്ക് മസ്റ്റ് വാച്ച് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മസ്റ്റായിട്ടും പോയി ഫസ്റ്റ് ഡേ തന്നെ കണ്ടത്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് മസ്റ്റായിട്ട് വാച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് പോയി വാച്ച് ചെയ്യാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. തിയേറ്റർ വാച്ച് തന്നെയാണ്, നിങ്ങൾ ഡോൾബിയിൽ തന്നെ കാണണം, പൊളിപ്പണം. അപ്പം നിങ്ങൾ പോയി കണ്ടോളൂ. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ റിവ്യൂ. അപ്പം ഉടനടി ഞാൻ പെട്ടെന്ന് തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.